ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഈ പയറും പരിപ്പൊക്കെ കുത്തിക്കാച്ചിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടുക്കള ഭരിക്കണ ഐറ്റാണ് കേട്ടോ. ഉള്ളി മൂക്കുന്ന ആ മണം വരുമ്പോഴേ അറിയാം അമ്മയുടെ സ്പെഷ്യൽ ഇന്ന് എന്താന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഐറ്റം പരിപ്പ് കുത്തിക്കാച്ചിയത്. 1 കപ്പ് തോരപ്പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകിയിട്ട് വെള്ളം വാർത്തെടുക്കുക. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണേ. പരിപ്പ് നമുക്ക് പ്രഷർ കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പാനിലോട്ട് പരിപ്പിട്ടിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് അധികം കുഴഞ്ഞു പോവാണ്ട് വേവിച്ചെടുക്കാം. ഇത്രയും തിളച്ച് വരുമ്പോൾ ഇതിന്റെ മേലെ വരുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് മാറ്റിക്കളയാം. പരിപ്പ് നമ്മൾ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേന് ഉടഞ്ഞു വരണം. ഇപ്പൊ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളം കളഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട്. 10-20 കൊച്ചുള്ളി, 6-7 കുഞ്ഞല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി നിർബന്ധമില്ല കേട്ടോ ചേർക്കണമെന്ന്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അല്പം കറിവേപ്പില ചേർത്ത് മൂപ്പിച്ച് ഒതുക്കി വെച്ചതെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളകും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂക്കണ വരെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. അന്നേരം നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-6 മിനിറ്റും കൂടി നല്ലോണം മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ആ ഉള്ളിയുടെയും മുളകിന്റെ ഒക്കെ ടേസ്റ്റ് പരിപ്പിൽ അങ്ങോട്ട് പിടിച്ച് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും കേട്ടോ. അന്നേരം അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫാക്കാം. വേണമെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടം. ഇതിങ്ങനെ ചൂടോടുകൂടി എടുത്തിട്ട് ആ ചോറിന്റെ കൂടെ അങ്ങോട്ട് വിളമ്പി കുഴച്ചങ്ങനെ കഴിക്കണം. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി നമുക്ക്. എന്നാ ടേസ്റ്റാണെന്നറിയോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും.